السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن من أهل الكتاب إلا ليؤمنن به قبل موته ويوم القيامة يكون عليهم شهيدا. സ്നേഹവും ബഹുമാനവുമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏതാനും ആഴ്ചകളിലായി വളരെ പ്രധാനമായ ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഹാനായ ഇമാം മഹ്ദിയുടെ വരവും ഈസ അലൈഹിസ്സലാമിൻ്റെ പുനരാഗമനവും. മഹ്ദിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞ് ഈസ അലൈഹിസ്സലാമിൻ്റെ പുനരാഗമനത്തെ സംബന്ധിച്ചാണ് ചില കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. ഇന്ന് സോഷ്യൽ മീഡിയകളിലൂടെ അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന പല പോസ്റ്റുകളും അതേപോലെ തന്നെ ചില ലേഖനങ്ങളുമെല്ലാം ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ പല കാര്യങ്ങളും പ്രചരിപ്പിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ പ്രമാണങ്ങൾ എന്തു പറയുന്നു എന്ന് വസ്തുനിഷ്ഠമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഈ വിഷയം നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഈസാ അലൈഹിസ്സലാമിൻ്റെ വീണ്ടും ഈ ലോകത്തേക്കുള്ള, ഈ ഭൂമിയിലേക്കുള്ള വരവിനെ സംബന്ധിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ നിലപാട് എന്താണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരാമർശിച്ചിരുന്നു. ഈസാ അലൈഹിസ്സലാമിനെ വധിക്കുന്നതിന് വേണ്ടി ജൂതന്മാർ പദ്ധതിയിട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ പ്രവാചകനെ അവരുടെ ഗൂഢമായ തന്ത്രങ്ങളിൽ നിന്ന് രക്ഷിക്കുകയും അവൻ്റെ അടുക്കലേക്ക് അവൻ ഉയർത്തിക്കൊണ്ടുപോകുകയുമാണ് ചെയ്തത്. ഇനി അന്ത്യനാളിൻ്റെ അടയാളമായി മഹാനായ ഈസാ അലൈഹിസ്സലാം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരും എന്നതാണ്
അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഈ വിഷയത്തിലുള്ള വിശ്വാസം. ഇത് അംഗീകരിക്കാത്ത കക്ഷികളുണ്ട്, ഇതിനെ ദുർവ്യാഖ്യാനിക്കുന്ന കക്ഷികളുണ്ട്. പക്ഷേ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് വിശ്വസിക്കുന്നത് ഈസാ അലൈഹിസ്സലാം ജീവനോടെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരിക തന്നെ ചെയ്യും എന്നതാണ്. അതിന് അവർക്കുള്ള ഒന്നാമത്തെ തെളിവ് വിശുദ്ധ ഖുർആനാണ്. രണ്ടാമതായി സ്വഹീഹായി വന്ന ഹദീസുകളാണ്. ഈ വിഷയത്തിൽ വന്ന ഹദീസുകളെല്ലാം മുതവാത്തിറായ ഹദീസുകളാണ്. 70ഓളം ഹദീസുകൾ മഹാനായ ഈസാ അലൈഹിസ്സലാമിൻ്റെ നുസൂലുമായി ബന്ധപ്പെട്ട് സ്വഹീഹായി വന്നിട്ടുണ്ട്. അതിൽ ബുഖാരിയും മുസ്ലിമും ഒന്നിച്ചുദ്ധരിച്ച മുത്തഫഖുൻ അലൈഹിയായ ഹദീസുകളുണ്ട്. ഇമാം ബുഖാരി മാത്രം അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയതുണ്ട്, മുസ്ലിം മാത്രം രേഖപ്പെടുത്തിയ ഹദീസുകളുണ്ട്. ഇമാം ബുഖാരിയും മുസ്ലിമും അവരുടെ സ്വഹീഹുകളിൽ രേഖപ്പെടുത്തിയതിന് പുറമെ മറ്റുള്ള സുനനുകളിലും അതേപോലെ ഹദീസിൻ്റെ മറ്റുള്ള ഗ്രന്ഥങ്ങളിലും മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തിയ മറ്റു ധാരാളം ഹദീസുകളും നമുക്ക് കാണാം. മാത്രമല്ല ഈസാ അലൈഹിസ്സലാം വീണ്ടും ഈ ലോകത്തേക്ക് വരും എന്നത് സഹാബത്തിൻ്റെ വിശ്വാസമാണ്, സഹാബാക്കളുടെ വിശ്വാസമാണ്. വിശുദ്ധ ഖുർആൻ ആ വിഷയത്തിൽ സൂചനകൾ, ചിലയിടത്ത് സൂചനകൾ നൽകുന്നുണ്ട്. വേറെ ചില സന്ദർഭങ്ങളിൽ വളരെ വിശദമായി തന്നെ ഈ കാര്യം പരാമർശിച്ചിട്ടുമുണ്ട്. ഞാൻ നിങ്ങളെ ആമുഖമായി ഓതി കേൾപ്പിച്ച വചനത്തിൽ ഈസാ അലൈഹിസ്സലാമിൻ്റെ വരവിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 159-ാമത്തെ വചനമാണത്. എന്താണ് അല്ലാഹു അവിടെ പറയുന്നത്? വ ഇൻ മിൻ അഹ്ലിൽ കിതാബി ഇല്ലാ ലയുഅ്മിനന്ന ബിഹി ഖബ്ല മൗതിഹി വയൗമൽ ഖിയാമത്തി യകൂനു അലൈഹിം ഷഹീദാ. വ ഇൻ മിൻ അഹ്ലിൽ കിതാബ്, ജൂതനസാറാക്കളിൽ ആരും തന്നെ ഇല്ല, ഇല്ലാ ലയുഅ്മിനന്ന ബിഹി ഖബ്ല മൗതിഹി, ഈസാ അലൈഹിസ്സലാം മരിക്കുന്നതിന് മുമ്പേ, സാധാരണ മറ്റുള്ള മനുഷ്യരൊക്കെ മരിക്കുന്നത് പോലെ മരിക്കുന്നതിന് മുമ്പേ അദ്ദേഹത്തെ അംഗീകരിക്കാത്തവരായി, അദ്ദേഹത്തിൽ വിശ്വസിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകുന്നതല്ല. വയൗമൽ ഖിയാമത്തി യകൂനു അലൈഹിം ഷഹീദാ, ഖിയാമത്ത് നാളിൽ അവർക്കെതിരെ, ജൂതനസാറാക്കൾക്കെതിരെ തന്നെ ആരാധിക്കുകയും തൻ്റെ ഉമ്മയെ ആരാധ്യയായി, അതല്ലെങ്കിൽ തൻ്റെ ഉമ്മയെയും തന്നെയും ആരാധിച്ചു കളഞ്ഞ ജൂതന്മാർ, അതല്ലെങ്കിൽ നസാറാക്കൾ, അവർക്കെതിരെ അള്ളാഹുവിൻ്റെ കോടതിയിൽ സാക്ഷി പറയുകയും ചെയ്യുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തി നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ സൂറത്തുൻ നിസായിലെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബാക്കൾ അവർ പറഞ്ഞിട്ടുണ്ട്. ഈ ആയത്ത് സൂചിപ്പിക്കുന്നത് മഹാനായ ഈസാ അലൈഹിസ്സലാമിൻ്റെ വീണ്ടും ഈ ലോകത്തേക്കുള്ള നുസൂലിനെ സംബന്ധിച്ചാണ്. ഈ ലോകത്തേക്ക് മഹാനവറുകൾ വരും. ആ വിഷയത്തിൽ സുന്നത്ത് ജമാഅത്തിന് രണ്ടഭിപ്രായമില്ലെന്ന് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. അതുകൊണ്ട് തന്നെ നാം വിശ്വസിക്കേണ്ട വിശ്വാസകാര്യങ്ങളിൽപ്പെട്ടതാണ് ഈസാ അലൈഹിസ്സലാം ഈ ലോകത്തേക്ക് വീണ്ടും വരും എന്ന കാര്യം. അതിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആനിനെയാണ് നമ്മൾ നിഷേധിക്കുന്നത്. സ്വഹീഹായ ഒരുപാട് ഹദീസുകളെയാണ് നമ്മൾ നിഷേധിക്കുന്നത്. അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പിഴച്ചുപോയ കക്ഷികളുടെ വിശ്വാസത്തിൽ നിന്ന് നമ്മൾ മാറി നിന്നുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ നിലപാട് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. ഇനി സഹോദരങ്ങളെ, മഹാനായ ഈസാ അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ പുനരാഗമനമുണ്ടാകുമ്പോൾ ഈസാ അലൈഹിസ്സലാമിനെ മനസ്സിലാക്കണമല്ലോ, അദ്ദേഹം ആരാണെന്നറിയണമല്ലോ, അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ലൈസ ബൈനി വ ബൈനഹു നബിയ്യുൻ യഅനി ഈസാ അലൈഹിസ്സലാം, എനിക്കും ഈസാ അലൈഹിസ്സലാമിനുമിടയിൽ ഈ ഉമ്മത്തിലേക്ക് ഇനി ഒരു പ്രവാചകൻ വരാനില്ല. വ ഇന്നഹു നാസിലുൻ,
ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വരിക തന്നെ ചെയ്യും. ഫഇദാ റഅയ്തുമൂഹു ഫഅരിഫൂ, അദ്ദേഹത്തെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം അദ്ദേഹത്തിന്റെ ശരീരപ്രകൃതി എങ്ങനെയാണ്. റജുലുൻ മർബൂഉൻ ഇലൽ ഹുംറതി വൽ ബയാദി ബൈന മുമറസതൈനി കഅന്ന റഅസഹു യഖ്തുറു വഇല്ലം യുസിബ്ഹു ബലലുൻ ഫയുഖാതിലു الناس على الإسلام فيدق الصليب ويقتل الخنزير ويضع الجزية ويهلك الله في زمانه الملل كلها إلا الإسلام. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഈസാ അലൈഹിസ്സലാം ഇറങ്ങുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ മനസ്സിലാക്കണം. റജുലുൻ മർബൂഉൻ, ഒത്ത ശരീരമുള്ള ആളാകുന്നു അദ്ദേഹം. ഒത്ത ശരീരമുണ്ട്. ഇലൽ ഹുംറതി വൽ ബയാദി, ശരീരത്തിന്റെ നിറം വെളുപ്പും ചുവപ്പും കലർന്ന ഗോതമ്പിന്റെ നിറമാണ്. ബൈന മുമറസതൈൻ, രണ്ട് കുങ്കുമ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടാണ്, അതല്ലെങ്കിൽ മഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് വരുന്നത്. കഅന്ന റഅസുഹു യഖ്തുറു വഇല്ലം യുസിബ്ഹു ബലലുൻ, അദ്ദേഹത്തിന്റെ തലയിൽ നിന്ന് വെള്ളമുറ്റി വീഴുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും അദ്ദേഹം ഇറങ്ങി വരുമ്പോൾ. ഫയുഖാതിലു الناس على الإسلام, ഇസ്ലാമിന് വേണ്ടി ജനങ്ങളോട് അദ്ദേഹം യുദ്ധം ചെയ്യും. അങ്ങനെ ഫയദുഖു സ്വലീബ, കുരിശ് ഉടക്കും. വയഖ്തുലുൽ ഖിൻസീറ, പന്നിയെ കൊല്ലും. വയളഉൽ ജിസിയ, കപ്പം ഇല്ലാതാക്കും. മാത്രമല്ല വയുഹ്ലികുല്ലാഹു ഫീ സമാനിഹി അൽ മിലല കുല്ലഹാ ഇല്ലൽ ഇസ്ലാം, ഇസ്ലാമല്ലാത്ത മുഴുവൻ മതങ്ങളെയും അദ്ദേഹം ഇറങ്ങി വരുന്ന കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കുകയും അവർക്ക് പരാജയം നൽകുകയും ഇസ്ലാമിന് വിജയം നൽകുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വരുന്ന കാലഘട്ടം. അങ്ങനെ ആയിരിക്കും. നോക്കൂ നിങ്ങൾ, മഹാനായ ഈസാ അലൈഹിസ്സലാം വരുന്ന സമയത്ത് അദ്ദേഹത്തെ തിരിച്ചറിയുന്നതിന് വേണ്ടി ധാരാളക്കണക്കിന് ഹദീസുകളിലൂടെ ഈസാ അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂല് ഈ സമുദായം ആശയക്കുഴപ്പത്തിലാകാതിരിക്കാൻ നമുക്ക് വിശദീകരിച്ചു തരികയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ബൈനാ അന നായിമുൻ റഅയ്തുനി യതൂഫു ബിൽ കഅബ, ഞാനൊരിക്കൽ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ഉറക്കത്തിൽ ഞാൻ സ്വപ്നം കാണുന്നു, ഞാൻ കഅബ തവാഫ് ചെയ്യുന്നതായി. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫഇദാ റജുലുൻ ആദമു സബുത്തുശ് ശഅരി, അല്പം നീണ്ട മുടിയുള്ള ഗോതമ്പിന്റെ നിറമുള്ള ഒരാൾ, ആ ഒരു മനുഷ്യനെ ഞാൻ കാണുന്നു. ബൈന റജുലൈനി, രണ്ടാളുകൾക്കിടയിൽ. യൻതുഫു റഅസുഹു മാ, ആ മനുഷ്യന്റെ തലയിൽ നിന്ന് വെള്ളമുറ്റി വീഴുന്നത് പോലെ തോന്നുന്നു. അപ്പോൾ ഞാൻ കഅബയുടെ സമീപത്ത് വെച്ച് ഫഖുൽതു, ഞാൻ ചോദിച്ചു, മൻ ഹാദാ, ഈ മനുഷ്യനാരാണ്? ഖാലു, അവിടെ കൂടി നിൽക്കുന്ന ജനങ്ങൾ എനിക്ക് പറഞ്ഞു തരുന്നു, ഇബ്നു മറിയം, അത് ഈസ ഇബ്നു മറിയമാണ്. അങ്ങനെ ഫദഹബതു, ഞാൻ അവിടേക്ക് ചെന്നു നോക്കി. ഇൽതഫതു, ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴതാ ഫഇദാ റജുലുൻ അഹ്മറു, വേറെ ഒരു ചുവപ്പ് നിറമുള്ള മനുഷ്യനെ ഞാൻ കാണുന്നു. ജസീമുൻ, നല്ല ആകാര, അതല്ലെങ്കിൽ ശാരീരികമായി നല്ല പവറുള്ള, നല്ല അല്പം ശരീര വലുപ്പമുള്ള മനുഷ്യനാണ്. ജഅദുർ റഅസി, അദ്ദേഹത്തിന്റെ തലമുടി മുഴുവനും ജടകുത്തിയ നിലക്കാണ്, ചുരുണ്ട മുടിയുള്ളയാളാണ്. അഅവറുൽ ഐനിൽ യുംന, വലത് കൈ വലത് കണ്ണ് കോങ്കണ്ണാണ്, വലത് കണ്ണിന് അംഗവൈകല്യമുണ്ട്. കഅന്ന ഐനഹു ഇനബത്തുൻ താഫിയ, അദ്ദേഹത്തിന്റെ വലത് കണ്ണ് മുന്തിരിക്കുലയിൽ നിന്നൊരു മുന്തിരി പുറത്തേക്ക് ഉന്തി നിൽക്കുന്നത് പോലെയാണ്. ഖുൽതു, ഞാൻ ചോദിച്ചു, മൻ ഹാദാ, ഈ മനുഷ്യൻ ആരാണ്? ഖാലു, അവര് പറഞ്ഞു, ഹാദ ദജ്ജാൽ, അതാകുന്നു ദജ്ജാൽ. സ്വഹീഹായ ഹദീസിലുള്ളതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ദജ്ജാൽ ആരെ പോലെയുണ്ടെന്നോ? അഖറബുൻ നാസി ബിഹി ശബഹൻ ഇബ്നു ഖതനിൻ, ഇബ്നു ഖതനെ പോലെയുണ്ട്. ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ സാദൃശ്യമുള്ളത് ഇബ്നു ഖതനിനോടാണ്. ആരാണ് ഇബ്നു ഖതൻ? വബ്നു ഖതനിൻ റജുലുൻ മിൻ ബനിൽ മുസ്തലിഖ് മിൻ ഖുസാഅ, ഖുസാഅ ഗോത്രത്തിലെ
ഒരു മനുഷ്യനാണ് ഇബ്നു ഖത്തൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ശാരീരിക പ്രകൃതിയോടാണ് ദജ്ജാലിൻ്റെ ശാരീരിക പ്രകൃതി ജനങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ സാദൃശ്യമുള്ളത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, മഹാനായ ഈസാ അലൈഹിസ്സലാം ഇവിടെ വരുന്ന സന്ദർഭത്തിൽ മുസ്ലിം സമുദായത്തിന് കൺഫ്യൂഷൻ ഇല്ലാത്ത വിധം, ആശയക്കുഴപ്പമില്ലാതിരിക്കാൻ അവിടുത്തെ ശാരീരിക പ്രകൃതിയും അവിടുത്തെ മുടിയുടെ, അതേപോലെ തന്നെ അവിടുത്തെ ശരീരത്തിൻ്റെ നിറം, അവിടുന്ന് ധരിച്ച വസ്ത്രം, ഓരോരോ അടയാളങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരികയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇന്നത്തെ എൻ്റെ ക്ലാസ്സിൽ ഈസാ അലൈഹിസ്സലാം ഇവിടേക്ക് ഇറങ്ങി വരുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തെ തിരിച്ചറിയാനുള്ള ചില ലക്ഷണങ്ങൾ, അടയാളങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ആ അടയാളങ്ങൾ ഓരോന്ന് എണ്ണമിട്ട് പറയുകയാണ്. ഒന്നാമത്തെ അടയാളം ഏതാണ്? മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ നസല ഇബ്നു മറിയം, ഇബ്നു മറിയം നിങ്ങളിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ, ഇറങ്ങിയാൽ എവിടുന്നാ ഇറങ്ങുന്നത്? മിനസ്സമാഇ ഫീക്കും, നിങ്ങളിലേക്ക് ആകാശത്ത് നിന്ന് ഇബ്നു മറിയം ഇറങ്ങുന്ന ഘട്ടം. മഹാനായ ഈസാ ഇബ്നു മറിയം ആകാശ ലോകത്ത് നിന്നാണ് ഭൂമിയിലേക്ക് ഇറങ്ങുന്നത്. അതല്ലാതെ ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യനായിട്ടല്ല ഈസാ ഇബ്നു മറിയം വരുന്നത്, വാനലോകത്ത് നിന്നാണ് ഇറങ്ങുന്നത്. മഹാനായ ഇമാം ബൈഹഖി അദ്ദേഹത്തിൻ്റെ അൽ അസ്മാ വ സിഫാത്ത് എന്ന ഗ്രന്ഥത്തിൽ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ആകാശത്ത് നിന്നാണ് ഈസാ ഇബ്നു മറിയം വരുന്നത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതോടെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന സർവ കക്ഷികളുടെയും ദുർവ്യാഖ്യാനം പൊളിഞ്ഞുപോയി. ചില കക്ഷികൾ പറഞ്ഞത് എന്താണ്? അവസാന കാലത്ത് ഈസാ ഇബ്നു മറിയം വരും എന്ന് പറയുന്നത് യഥാർത്ഥ ഈസാ ഇബ്നു മറിയം അല്ല, ഒരു സദൃശ്യ മസീഹായിരിക്കും, അതല്ലെങ്കിൽ ഒരു ബദൽ മസീഹായിരിക്കും. ഈസാ അലൈഹിസ്സലാമിൻ്റെ സ്വഭാവ ഗുണങ്ങൾ ഒത്തുചേർന്ന മറ്റൊരാൾ ഈ ഭൂമിയിൽ നിന്ന് ജനിക്കുകയായിരിക്കും, അതല്ലാതെ യഥാർത്ഥ നിലക്ക് ഈസാ ഇബ്നു മറിയം ഇവിടേക്ക് വരുന്നതല്ല. ആരാണത് പറഞ്ഞത്? പിഴച്ചുപോയി, ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് തന്നെ പിഴച്ചുപോയ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന, ഖാദിയാനികൾ എന്ന പേരിലും അറിയപ്പെടുന്ന ഖാദിയാനികൾ പറയുന്നു എന്ത്? ഞങ്ങളുടെ മീർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി, അയാൾ തന്നെയാണ് ഈസാ ഇബ്നു മറിയം. കാരണം യഥാർത്ഥ ഈസാ ഇബ്നു മറിയം ഇനി വരില്ല, അയാളുടെ സദൃശ്യനായ മറ്റൊരു മസീഹേ ഇവിടെ വരികയുള്ളൂ എന്ന് പറഞ്ഞിട്ട് മുസ്ലിം സമുദായത്തിലെ മെമ്പർമാരെ വഴിപിഴപ്പിക്കുകയും ധാരാളം ആളുകൾ ഇവരുടെ വസ്വാസുകളിൽ അകപ്പെട്ട് ഈസാ ഇബ്നു മറിയമിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാനാകാതെ ആശയക്കുഴപ്പത്തിൽ അകപ്പെട്ട എത്രയോ സഹോദരന്മാർ നമ്മളോട് നേരിട്ടും അല്ലാതെയുമൊക്കെ സംസാരിക്കാറുണ്ട്. എന്നാൽ ഈ വാദഗതി തന്നെ ഇവിടെ പൊളിയുകയാണ്. ഈസാ ഇബ്നു മറിയം എവിടുന്നാ വരുന്നത്? മിനസ്സമായി, ആകാശത്ത് നിന്നാണ് ഈസാ ഇബ്നു മറിയം വരുന്നത്. ഇനിയോ എവിടെയാ വരുന്നത്? മക്കത്താണോ ഇറങ്ങുന്നത്? അതല്ല മദീനത്താണോ? അതല്ല വേറെ ഏതെങ്കിലും നാട്ടിലാണോ? ഒന്നും ആശയക്കുഴപ്പത്തിന് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടേച്ചില്ല. അവിടുന്ന് പറഞ്ഞു, ഇത് ബഅസല്ലാഹുൽ മസീഹ ഇബ്നു മറിയമ ഫയൻസിലു ഇൻദൽ മനാറത്തിൽ ബൈളാഇ ശർഖിയ ദിമഷ്ഖ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സ്വഹീഹ് മുസ്ലിമിൽ കാണാം, ഇത് ബഅസല്ലാഹുൽ മസീഹ ഇബ്നു മറിയമ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ ഇബ്നു മറിയമിനെ നിയോഗിക്കുന്ന ഘട്ടം, ഫയൻസിലു, അദ്ദേഹം ഇറങ്ങും, ഇൻദൽ മനാറത്തിൽ ബൈളാഇ, ഒരു വെളുത്ത മിനാരത്തിന്റെ അടുക്കൽ, ശർഖിയ ദിമഷ്ഖ, ദിമഷ്കിന്റെ, ഡമസ്കസിന്റെ കിഴക്ക് ഭാഗത്തുള്ള ഒരു വെള്ള മിനാരത്തിന്റെ അരികിൽ ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വരും. അള്ളാഹു അങ്ങനെയാണ് ഈസാ അലൈഹിസ്സലാമിനെ ഈ ലോകത്തേക്ക്, ഈ ഭൂമിയിലേക്ക് അയക്കുന്നതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തന്നു. പണ്ഡിതന്മാരിത് ചർച്ച ചെയ്തു. നിങ്ങൾ ഗൂഗിളിൽ അടിച്ചാൽ തന്നെ കാണാം, ജീസസ് മിനാർ എന്നടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചില മിനാരങ്ങളുടെ ഫോട്ടോകൾ കാണാൻ കഴിയും, ചില പള്ളികളുടെ ഫോട്ടോ നമുക്ക് കാണാൻ കഴിയും. മഹാന്മാരായ പണ്ഡിതന്മാർ ഈ മിനാരം എവിടെ, ഈ മിനാരം ഏതാണെന്ന കാര്യത്തിൽ രണ്ടഭിപ്രായക്കാരാണ്. രണ്ടഭിപ്രായമാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഉന്നയിച്ചത്. മഹാനായ ഇബ്നു കസീർ റഹ്മഹുല്ലാഹു തആല
അദ്ദേഹത്തിൻ്റെ അൽ ബിദായ വന്നിഹായ എന്ന് പറയുന്ന ചരിത്ര ഗ്രന്ഥം, പ്രസിദ്ധമായ ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നു, അന്നഹൽ മനാറത്തു ശർഖിയ്യ ലിൽ മസ്ജിദുൽ അമവി, അത് ഡമസ്കസിന്റെ കിഴക്ക് ഭാഗത്തുള്ള ജാമിഉൽ അമവി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്നും അവിടെ നിലകൊള്ളുന്ന ആ അമവി പള്ളിയാണ് എന്ന്, ആ ജാമിഉൽ അമവിയാണ് എന്ന് മഹാനായ ഇബ്നു കസീർ ഒരഭിപ്രായം അദ്ദേഹത്തിന്റെ ബിദായ വന്നിഹായിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതിന് പണ്ഡിതന്മാർ പറയുന്ന കാരണങ്ങൾ, ഇന്ന് ഡമസ്കസിന്റെ എല്ലാ ഭാഗങ്ങളും പരിശോധിച്ചാൽ, അതല്ല ഷാമിൽ തന്നെ മുഴുവൻ ഭാഗങ്ങളും പരിശോധിച്ചു കഴിഞ്ഞാൽ, ആ പള്ളിയേക്കാൾ ഉയരം കൂടിയ ഒരു മിനാരമുള്ള വേറെ ഒരു പള്ളിയില്ല. ആ മിനാരത്തേക്കാൾ ഭംഗിയുള്ള വേറെ ഒരു മിനാരം കാണുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഷാമിൽ തന്നെ വേറെ എവിടെയും അതുപോലെ ഉയർന്നു നിൽക്കുന്ന വെള്ള നിറമുള്ള മറ്റൊരു മിനാരമില്ല. അതുകൊണ്ട് സാധ്യത അതാണെന്ന് ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു. മാത്രമല്ല മഹാനായ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹു തആല പറയുന്നു, ലയൻസിലന്ന ഈസ ഇബ്നു മറിയം, ഈസ ഇബ്നു മറിയം ഇറങ്ങുക തന്നെ ചെയ്യും, അലാ ഹാദിഹിൽ മനാറ, ആ പള്ളിയുടെ മിനാരത്തിലേക്ക് ചൂണ്ടിയിട്ട്, ഡമസ്കസിന്റെ കിഴക്ക് ഭാഗത്തുള്ള മസ്ജിദുൽ അമവി അതല്ലെങ്കിൽ ജാമിഉൽ അമവി എന്ന പേരിൽ അറിയപ്പെടുന്ന പള്ളിയിലേക്ക് ചൂണ്ടിയിട്ട് മഹാനായ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹു തആല പറയുകയാണ്, ഈ മിനാരത്തിന്റെ അടുക്കലാണ് ഈസ ഇബ്നു മറിയം ഇറങ്ങുക തന്നെ ചെയ്യുന്നത് എന്ന് മഹാനവറുകളും സൂചിപ്പിച്ചതായി നമുക്ക് കാണാം. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ചരിത്രത്തിൽ കാണാം, വകാനത്ത് ഹീനഹിദിൻ ഗൈറ ബൈളാ, മഹാനായ ശൈഖുൽ ഇസ്ലാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ ആ പള്ളിയുടെ മിനാരം വെള്ള നിറമല്ല, ആ പള്ളിയുടെ മിനാരം വെള്ളയായിരുന്നില്ല. പിന്നീട് ചരിത്രത്തിൽ കാണാം, ഫഖ്തറഖത്, അവിടെ തീപിടുത്തമുണ്ടാകുകയും ബഅദ മൗതി ശൈഖ്, ഷെയ്ഖിന്റെ വഫാത്തിന് ശേഷം അവിടെ തീപിടുത്തമുണ്ടാകുകയും വഉഈദത്, അത് വീണ്ടും സൃഷ്ടിക്കപ്പെടുകയും വബയ്യലത്, അതിന് വെള്ള നിറം നൽകപ്പെടുകയും ചെയ്തുവെന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. ഇത് പണ്ഡിതന്മാർ ഉന്നയിച്ച ഒരഭിപ്രായമാണ്, നമ്മൾ ഉറപ്പിച്ചു പറയുകയല്ല. ആ അമവി പള്ളിയുടെ മിനാരത്തിന്റെ അടുക്കലാണ് ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നതെന്ന് ഉറപ്പിച്ചു പറയാൻ നമുക്ക് തെളിവുകളില്ല. പക്ഷേ പണ്ഡിതന്മാരുടെ ചർച്ചയാണ് ഞാൻ പറയുന്നത്. അവരുടെ മറ്റൊരഭിപ്രായം എന്താണ്? മറ്റൊരഭിപ്രായം അവർ പറയുന്നത്, ദിമഷ്ക് എന്ന ആ ഡമസ്കസ് എന്ന വലിയ ആ പട്ടണത്തിന് 8 കവാടങ്ങളാണുള്ളത്. ആ പട്ടണത്തിന്റെ പഴയ ഒരു മതിൽ ഇപ്പോഴും അവിടെ നിലകൊള്ളുന്നുണ്ട്. ആ മതിലിൽ ഒരു കവാടവുമുണ്ട് കിഴക്ക് ഭാഗത്ത്. ആ കവാടത്തിന്റെ അടുക്കലാണ് ഈസ ഇബ്നു മറിയം ഇറങ്ങി വരുന്നതെന്ന് പണ്ഡിതന്മാര് ഉന്നയിച്ച മറ്റൊരഭിപ്രായമാണ്. എന്നിട്ട് അവർ പറയുന്നു, പണ്ട് കാലത്ത് തന്നെ നിലനിൽക്കുന്ന ആ മിനാരം ഇതുവരെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ട് സംരക്ഷിക്കപ്പെട്ടുകൊണ്ട് നിലനിൽക്കാനുള്ള ഒരു കാരണം ഒരുപക്ഷെ അതാകാം. മാത്രമല്ല, ആ മതിലിലുള്ള മിനാരമില്ലേ, ആ മിനാരം ആളുകൾ സാധാരണ പറയാറുണ്ട് അത്രേ, ഈ മിനാരത്തിന്റെ അടുക്കലാണ് ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നതെന്ന് പറയപ്പെടാറുമുണ്ട്. ഈ അഭിപ്രായത്തിനാണ് ആദ്യത്തെ അഭിപ്രായത്തെക്കാൾ ഒന്നുകൂടെ പ്രസിദ്ധിയുള്ളതെന്ന് പണ്ഡിതന്മാര് പറയുന്നു. ഏതാണെങ്കിലും ഈ രണ്ട് മിനാരങ്ങൾ, വെള്ള മിനാരങ്ങൾ, ആ 2 മിനാരങ്ങളിൽ ഏതെങ്കിലും ഒരു മിനാരത്തിന്റെ അടുക്കൽ മഹാനായ ഈസ ഇബ്നു മറിയം ഇറങ്ങി വരുമെന്ന് പണ്ഡിതന്മാർ പറയുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഇപ്പോഴും നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല ഏതാണ് ആ മിനാരമെന്ന്. ഒരുപക്ഷെ ഇനി ഭാവിയിൽ സൃഷ്ടിക്കപ്പെടുന്നതാണോ ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല. പണ്ഡിതന്മാരിങ്ങനെ ചർച്ച ചെയ്ത ചർച്ച ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഇനി നാളെ ആരും പറയേണ്ടതില്ല ഇന്ന മിനാരമാണെന്ന് ഉറപ്പിച്ചു പറയാൻ തെളിവെവിടെയെന്ന് ആരും ചോദിക്കേണ്ടതുമില്ല. ചരിത്രപരമായ ഒരു ചർച്ച നിങ്ങളുടെ മുമ്പിൽ ഇട്ടു തന്നു എന്ന് മാത്രം. ഏതാണെങ്കിലും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം.